നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLA-മാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും അടൂർ പ്രകാശ് MP UDF കൺവീനറായും ചുമതലയേറ്റു. ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. പൊറോട്ട നൽകിയില്ല. കട ഉടമയുടെ തല അടിച്ചു പൊട്ടിച്ച് യുവാക്കൾ. കൊല്ലം കിളിക്കൊല്ലൂരിലാണ് സംഭവം. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമയാണ് ആക്രമിക്കപ്പെട്ടത്. തെന്മല പരപ്പാർ ഡാമിൽ സംഭരണശേഷി കുറഞ്ഞു. എക്കലും മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടിയാണ് സംഭരണശേഷി കുറഞ്ഞത്. മണൽ നീക്കം ചെയ്യണമെന്ന ആവശ്യം. തെന്മല ഡാമിലുള്ളത് 2000 കോടിയുടെ മണൽ നിക്ഷേപം. അതിർത്തി ഗ്രാമങ്ങളിൽ വേനൽ കടുത്തു. കിഴക്കൻ മേഖലയിലെ വെള്ളച്ചാട്ടങ്ങൾ നീർച്ചാലുകളായി. കുറ്റാലത്തും ജലപാതം മെലിഞ്ഞു. സന്ദർശകർ കുറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLA-മാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും അടൂർ പ്രകാശ് MP UDF കൺവീനറായും ചുമതലയേറ്റു. ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLA-മാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ചുമതലയേറ്റു. KPCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളെയും പ്രവർത്തനങ്ങളെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ 4 വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ പോരാളിയെ പോലെ നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനങ്ങളെ പാർട്ടി എല്ലാ കാലത്തും അനുഷ്ഠിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് K സുധാകരൻ MP അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, AICC സെക്രട്ടറിമാർ, മുൻ KPCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, MPമാർ, MLA-മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മുൻ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV പത്മരാജനെ സന്ദർശിച്ചു. മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ കൊല്ലത്തെ സ്മൃതി മണ്ഡപവും അദ്ദേഹം സന്ദർശിച്ചു. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മുൻ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV പത്മരാജനെയും മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ കൊല്ലത്തെ സ്മൃതി മണ്ഡപവും സന്ദർശിച്ചു. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും കൊല്ലത്തെ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശങ്കേഴ്സ് ആശുപത്രി വളപ്പിലെ ശങ്കർ സ്മൃതി മണ്ഡപത്തിൽ സണ്ണി ജോസഫും നേതാക്കളും പുഷ്പാർച്ചന നടത്തി. മഹാരഥന്മാരുടെ ഓർമ്മകൾ കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തു പകരുമെന്നും അവരുടെ പ്രചോദനം ഉൾക്കൊണ്ടാകും ഇനിയുള്ള പ്രവർത്തനമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഒരേ സമയത്ത് ഭരണത്തിൽ നേതൃത്വ പങ്കാളിത്തവും അതേപോലെ തന്നെ പാർട്ടിയുടെ ശാക്തീകരണത്തിലും പ്രവർത്തിച്ച ആ മഹാരഥന്മാരുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് കരുത്തു പകരും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലമായ മുന്നേറ്റത്തിന് അത് പ്രചോദനം നൽകുമെന്ന പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവരുടെ എല്ലാം ആവേശകരമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ശ്രമിക്കുന്നു. അത് ഞങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ്. ശങ്കർ അത്തരത്തിൽ ഏറെ തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ ഞങ്ങൾ
ശിരസ് നമിക്കുന്നു. എല്ലാവരുടെയും സഹകരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ശാക്തീകരണത്തിന്, ജനാധിപത്യ മതേതര ശക്തിയുടെ മുന്നേറ്റത്തിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ആനന്ദവല്ലീശ്വരത്തെ അഡ്വക്കേറ്റ് CV പത്മരാജന്റെ വസതിയിൽ സണ്ണി ജോസഫ് എത്തി അനുഗ്രഹവും വാങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലഹരിക്കെതിരെ ബഹുജന റാലി സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിതാ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടത്തിയ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരായ റാലി, പൊതുസമ്മേളനം, സാംസ്കാരിക ജാഥ, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി, ശാസ്താംകോട്ട, ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ 2 വീതം വാർഡുകളിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലക്കി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി കാഞ്ഞിരവിള ജംഗ്ഷനിലെത്തി തിരികെ സമ്മേളന നഗരിൽ സമാപിച്ചു. സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ യുവതലമുറയുടെ മാത്രം പ്രശ്നമല്ല, വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല പറയുന്നത്. എല്ലാവരും എങ്ങനെ സമൂഹത്തിൽ പല കാര്യങ്ങളും ഇപ്പൊ തന്നെ സ്പോർട്സ്, വായന, സ്പോർട്സ് ലഹരിയാണ്. ലഹരി എന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷം കിട്ടുന്നത് ലഹരിയാണ്. പാട്ട് കേൾക്കുന്നത് നാദ ലഹരി, സ്പോർട്സ് ലഹരിയാണ്. അല്ലെങ്കിൽ കലാപരിപാടി, നല്ല നർത്തകി നൃത്തം ചെയ്യുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിന്റെ ഇഷ്ടം. നിങ്ങൾ തൃശ്ശൂർ പൂരം കാണുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സിംഫണി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന, ഏറ്റവും ദീർഘനേരമുള്ള സിംഫണി മലയാളികളുടെയാണ്. എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ പോലെയുള്ള ചെണ്ടയും അതിന്റെ കൂടെ കൊമ്പും കുഴലും ഇല്ല, അതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് R മദനമോഹനൻ സ്വാഗതം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പ്രവർത്തനം വിജയിപ്പിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MP റാലി ജേതാക്കൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ദേശീയ സെൻസർ ബോർഡ് മുൻ അംഗം രാജീവ് പ്രസാദ് കലാജാഥ അംഗങ്ങൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വർഗീസ് തരകൻ, SK ശ്രീജ, R ഗീത, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S ശശികുമാർ, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി, R സജിമോൻ, SA നിസാർ, N ഉണ്ണി, മായ വേണുഗോപാൽ, നസീമ ബീവി, H ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം കിളിക്കൊല്ലൂരിൽ കടയടയ്ക്കാനൊരുങ്ങുമ്പോൾ എത്തിയ യുവാക്കൾ പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തല അടിച്ചു പൊട്ടിച്ചു. കിളിക്കൊല്ലൂർ മങ്ങാട് സംഘമുക്കിനടുത്തായിരുന്നു സംഭവം. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അമൽകുമാറിനെയാണ് 2 പേർ ചേർന്ന് ആക്രമിച്ചത്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ രാത്രി കടയടയ്ക്കാൻ തയ്യാറെടുക്കുമ്പോൾ ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ കടയടയ്ക്കുകയാണെന്നും എല്ലാം തീർന്നെന്നും അമൽകുമാർ പറഞ്ഞു. പൊറോട്ട ഉണ്ടായിട്ടും തരാതിരിക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് ക്ഷുഭിതനായി. ഇതിന് പിന്നാലെ യുവാവ് മറ്റൊരാളെ കൂടി വിളിച്ചു വരുത്തിയ ശേഷം അമൽകുമാറിനെ ആക്രമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ കറണ്ടിലാണ് പൊറോട്ട നേരത്തെ സാധാരണ 10 മണിക്കാണ് നിർത്തുന്നത്. ഇവന്മാരെ 7-8 മണിക്കകത്ത് ഇവിടെ വന്നിട്ട് കാപ്പി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. ദോശ വേണമെന്ന്, പൊറോട്ടയ്ക്ക് ബീഫ് കറിയും വേണം. അങ്ങനെ പറഞ്ഞ് ഇവിടെ വെള്ളം ഉണ്ടാക്കി കുത്തിത്തള്ളി വിട്ട് പോലെ. പിന്നെ രണ്ടാമൊരു വേറെ അടുത്തോട് വന്നിട്ട് അടിക്കുക, എന്താ പൊറോട്ട തരാമെന്ന് ചോദിച്ചാൽ അടിക്കുക ചെയ്ത്. അടിയെന്ന് പറഞ്ഞാൽ കയ്യിലെന്തോ ഇടിയടി കൊള്ളുന്ന എന്താ വെച്ചാൽ അത് വെച്ചാൽ അങ്ങനെ അടിച്ചത്. അതിൽ ഒരാളെ പരിചയമുള്ള, ഒരാളറിയത്തില്ല, 2 പേര്. അക്രമത്തിനിടെ റോഡിലൂടെ പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് ഇവർ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. യുവാക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഴീക്കൽ K കൃഷ്ണൻകുട്ടി സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യയും നടന്നു. കൃഷ്ണൻകുട്ടി സ്മാരക കവിതാ പുരസ്കാരവും സമ്മാനിച്ചു. അഴീക്കൽ KKM ലൈബ്രറിയുടെ 46ാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. അഴീക്കൽ SPAA ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത്. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന അഴീക്കൽ കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ മക്കൾ ഏർപ്പെടുത്തിയ 9ാമത് കൃഷ്ണൻകുട്ടി സ്മാരക കവിതാ പുരസ്കാരവും സമ്മാനിച്ചു. ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും CR മഹേഷ് MLA നിർവഹിച്ചു. കുമാരി കൃഷ്ണൻകുട്ടിക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി പുരസ്കാരം സമ്മാനിച്ചതായി അറിയിക്കുക. എറണാകുളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തനം കേരളത്തിനാകമാനം മാതൃകയാണ്. അതിൽ ഇതിൻ്റെ സെക്രട്ടറി CB വിജയകുമാർ എടുക്കുന്ന
പ്രവർത്തനവും ഉത്തരവാദിത്വവും പ്രശംസനീയമാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയം ഉള്ളവരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. KKM പ്രസിഡന്റ് BT ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി R ഗിരീഷ് സ്വാഗതം പറഞ്ഞു. P വിഷ്ണുപ്രിയയുടെ ഇണക്കമുള്ളവരുടെ ആദി എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ അവാർഡ് കൃതി പരിചയപ്പെടുത്തി. കവി മുഖത്തല ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക KL സ്മിത, അഴീക്കൽ SPAA കരയോഗം പ്രസിഡന്റ് J വിശ്വംഭരൻ, ആലപ്പാട് പഞ്ചായത്ത് അംഗം C ബേബി, KKM രക്ഷാധികാരി ബേബി കാവിൽ, അനൂപ് സഹദേവൻ എന്നിവർ പങ്കെടുത്തു. കവി അഴീക്കൽ മുരളിയെ ആദരിച്ചു. അക്ഷരമാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ സമ്മാനം നേടിയ അനുനയന S, ജാനകി M, മിയ മധു എന്നിവർക്ക് സമ്മാനവും നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തെന്മല പരപ്പാർ ഡാമിൽ സംഭരണശേഷി കുറഞ്ഞു. എക്കലും മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടിയാണ് ഡാമിന്റെ സംഭരണശേഷി കുറഞ്ഞത്. ഇതിന് പരിഹാരമായി മണൽ നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഫലമുണ്ടായില്ല. 2000 കോടിയോളം രൂപ ലഭിക്കുന്ന മണൽ നിക്ഷേപമാണ് തെന്മല ഡാമിലുള്ളത്. എക്കലും മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടിയാണ് തെന്മലയിലെ പരപ്പാർ ഡാമിന്റെ സംഭരണശേഷി കുറഞ്ഞത്. ഇതിന് പരിഹാരമെന്നോണം കോടികൾ വിലമതിക്കുന്ന മണൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കാത്ത വിധം നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള മണൽ ലഭ്യമാക്കാൻ കഴിയുന്നതിലൂടെ സർക്കാരിന് വരുമാനവും ഉണ്ടാകും. വർഷങ്ങളോളം തെന്മല മേഖലയിലുള്ള 100 കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിലും നൽകാൻ കഴിയും. തെന്മല ഡാമിന്റെ സംഭരണശേഷി വിലയിരുത്താൻ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ സംഘം നിരവധി തവണ സർവേ നടത്തി റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട്. 23 കിലോമീറ്ററാണ് ഡാമിന്റെ വൃഷ്ടിപ്രദേശം. വേനൽക്കാലത്ത് 3 ജില്ലകൾക്ക് കനാൽ വഴി ജലവിതരണത്തിനാണ് ഡാമിൽ ജലം സംഭരിക്കുന്നത്. ഡാമിനോട് ചേർന്നുള്ള ജലവൈദ്യുത നിലയത്തിലേക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഡാമിലെ ജലം ഉപയോഗിക്കുന്നുണ്ട്. ശക്തമായ മഴയിൽ ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോൾ വളരെ വേഗം സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ ഷട്ടർ തുറക്കേണ്ടി വരുന്നതിനാൽ വേനലിലേക്ക് വേണ്ടത്ര വെള്ളം സംഭരിക്കാൻ കഴിയാതെ വരും. മണൽ നീക്കം ചെയ്ത് സംഭരണശേഷി കൂട്ടുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗം. 2000 കോടിയോളം വില ലഭിക്കാവുന്ന മണൽ നിക്ഷേപമാണ് ഡാമിലുള്ളത്. ഡാമിന്റെ 30-40% ജലസംഭരണശേഷി എക്കലും മണലും മരങ്ങളുടെ അവശിഷ്ടങ്ങളും കവർന്നിരിക്കുന്നു എന്നാണ് പരിശോധനകളിൽ കണ്ടെത്തിയത്. ചെറിയ മഴയിൽ പോലും ഡാം വേഗം നിറയുമ്പോൾ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിക്കളയുന്നതിനാൽ വേനൽക്കാലത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലേക്ക് ഇടത് വലതുകര കനാൽ മാർഗം ജലസേചനം നടത്താൻ വേണ്ടത്ര ജലം സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കടുത്ത വേനലിൽ മാത്രമേ ഡാമിലെ എക്കലും മണലും ഡ്രഡ്ജിംഗ് നടത്തി നീക്കം ചെയ്യാനാകൂ. എന്നാൽ വന്യജീവി സങ്കേത മേഖലയിലാണ് ഡാം എന്നതിനാൽ ഇവിടെ നിന്നുള്ള എക്കൽ, മണൽ എന്നിവ നീക്കം ചെയ്യുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് എതിര് നിൽക്കുന്നത്. കേരളത്തിലെ നിരവധി ഡാമുകളിൽ നിന്ന് മണൽ നീക്കത്തിന് സർക്കാർ നടപടിയായിട്ടുണ്ട്. എന്നാൽ തെന്മല പരപ്പാർ അണക്കെട്ടിനെ പ്രാഥമികമായി പോലും പരിഗണിച്ചിട്ടില്ല. അത്യപൂർവ ജീവജാലങ്ങൾക്ക് നാശമുണ്ടാകുമെന്നതിന്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ മണൽ നീക്കത്തെ അനുകൂലിക്കാത്തത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ചവറ പുത്തൻ സങ്കേതം കയർ വ്യവസായ സഹകരണ സംഘത്തിൽ വർക്ക് ഷെഡ് ഉദ്ഘാടനം ചെയ്തു. കയർ വകുപ്പിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിലാണ് വർക്ക് ഷെഡ് നിർമ്മിച്ചത്. 31,31,000 രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. ചവറ കോയിവിള പുത്തൻ സങ്കേതം കയർ വ്യവസായ സഹകരണ സംഘത്തിലാണ് പരമ്പരാഗത വ്യവസായ സംരക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന കയർ വ്യവസായ വകുപ്പ് വഴി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർക്ക് ഷെഡ് നിർമ്മിച്ചത്. 31,31,000 രൂപ വിനിയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. വർക്ക് ഷെഡിന്റെ ഉദ്ഘാടനം മന്ത്രി J ചിഞ്ചുറാണി നിർവഹിച്ചു. അത് ഞങ്ങളുടെ അവിടത്തേക്ക് കടവൂരിലെ പല കായൽ തീരത്തും അത് തന്നെയാണ്. അതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഏതാണ്ട് ഒരു മല പോലെയാണ് അത് കിടക്കുന്നത്. പലപ്പോഴും ചകിരിച്ചോറ് അത് പലപ്പോഴും പലർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ കയറി അതിൻ്റെ പുറത്തൂടെ പോയാൽ നമ്മൾ തന്നെ താന്നു പോകും. ആ തരത്തിൽ കിടക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി. അവിടുന്ന് തൊണ്ടെല്ലാം അഴുകി ആ തൊണ്ട് പുറത്തു കൊണ്ടുവന്ന് എത്തിച്ച് അവിടെ ഇരുന്ന് തന്നെ കയർ തൊഴിലാളികൾ തൊണ്ട് തല്ലിയെടുത്ത് നമ്മൾ അത് എന്താണ് ചകിരിയാക്കി നമ്മളത് മാറ്റിയിട്ടാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന ആ ചകിരി കുറച്ചുകൂടി സോഫ്റ്റാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ കയർപിരി. അന്നൊക്കെ എല്ലാ മുറ്റങ്ങളിലും കയർപിരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മിക്കവാറുമുള്ള വീടുകളിലൊക്കെ തന്നെ നമുക്കറിയാം 2 വണ്ടികളും കാണും. അവിടെ പിരിക്കുവാൻ ചിലപ്പോൾ 2 പേർ വെച്ച് അവിടെ ഒരു 4-6 പേര് നിന്ന് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് പിരിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു.
അന്ന് കയറിൻ്റെയൊക്കെ നമുക്കറിയാം നല്ലതുപോലെ സെയിലുള്ള ഒരു കാലഘട്ടം. പുറത്തോട്ട് നമുക്ക് കയർ കയറ്റി വിടുവാൻ പറ്റാവുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് നമുക്കറിയാം കുറച്ച് സമയം നമുക്കറിയാം ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പല സഹകരണ നമ്മുടെ ഇത്തരത്തിലുള്ള കയർ സംഘങ്ങളും പ്രവർത്തന സജ്ജമാകാതെ ഒരു കാലഘട്ടത്തിൽ അടച്ചിട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ കയർ സംഘങ്ങളിൽ ഇപ്പോൾ കൊണ്ടുവരികയാണ്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ആ കയർ കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല എന്നുള്ളതാണ് പൊതുവേ നാം എല്ലാം മനസ്സിലാക്കുന്നത്. കയറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ തേങ്ങ വേണമെങ്കിൽ തന്നെ തലേന്ന് തെങ്ങിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് കോക്കനട്ട് ബോയ്സ് എന്ന് പറഞ്ഞ് പിള്ളേരെ നോക്കി നിൽക്കുകയാണ്. ബംഗാളിൽ നിന്ന് വരുന്ന കോക്കനട്ട് ബോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ തേങ്ങ ഇടാൻ പറ്റത്തുള്ളൂ എന്ന അവസ്ഥയില്ല. പിന്നെ ചകിരിയുടെ കാര്യം പറയുകയും വേണ്ടല്ലോ. അപ്പോൾ ചകിരിയൊക്കെ അവിടുന്ന് വരേണ്ട ഒരു അവസ്ഥയാണ്. ഇതെല്ലാം മാറി വരണം. പുതിയ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് തേങ്ങ ഇടാൻ പറ്റണം. തേങ്ങ നാളികേര കൃഷി നന്നായിട്ട് നടക്കണം. ഇതെല്ലാം പോയ കാലം തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. ഇതെല്ലാം കൂടുതൽ യന്ത്രവൽക്കരണത്തിലൂടെ നമുക്കതെല്ലാം കായികമായിട്ടുള്ള ജോലി വരുന്ന പരിപാടിയൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് മലയാളികൾ. അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ കയർ മേഖല മാത്രമല്ല, കാർഷിക മേഖലയാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും 50% ബംഗാളികളാണ്. അപ്പം കായികമായിട്ട് ഇനി നമുക്ക് പറ്റത്തില്ല. മെക്കനൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഈ സഹകരണ സംഘം, പുത്തൻ സഹകരണ സംഘം തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ ഏതാണ്ട് 35ഓളം തൊഴിലാളികൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷത. അതുകൂടാതെ ഇൻഡയറക്റ്റായിട്ടും 300ഓളം പേര് വീടുകളിലെല്ലാം ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് ഐഷുഖാബ് സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം S. സോമൻ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധു, പഞ്ചായത്ത് അംഗം പ്രസന്നകുമാരി, കൊല്ലം കയർ പ്രോജക്ട് ഓഫീസർ G. ഷാജി, ചവറ കയർ ഇൻസ്പെക്ടർ G. വിജയൻ, K. മോഹനക്കുട്ടൻ, KS ബാബു, P. ഓമനക്കുട്ടൻ, S. അശോകൻ, ആർ. രാജീവൻ, P. ശിവൻ, K. സദാശിവൻ, സെക്രട്ടറി സൗമ്യ S. എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ വേനൽ കടുത്തു. ഇതോടെ കിഴക്കൻ മേഖലയിലെ വെള്ളച്ചാട്ടങ്ങൾ മെലിഞ്ഞ് നീർച്ചാലുകളായി. സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും തമിഴ്നാട്ടിൽ മഴ കുറവാണ്. ഇതാണ് ജലപാതങ്ങൾ അപ്രത്യക്ഷമാകാൻ കാരണം. ആര്യൻകാവ് പാലരുവി വെള്ളച്ചാട്ടവും മെലിഞ്ഞു. വനപ്രദേശങ്ങളിൽ നിന്നുള്ള അരുവികളും വറ്റി. വനത്തിലെ നീരുറവകളിൽ നിന്ന് കുഴലുകളിട്ട് വെള്ളം ശേഖരിക്കുന്നവരും ജലക്ഷാമത്താൽ വലയുകയാണ്. വെള്ളച്ചാട്ടം മെലിഞ്ഞതോടെ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല. ഇതറിയാതെ എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായാണ് മടങ്ങുന്നത്. കഴുതുരുട്ടിയാറ്റിലെയും വെള്ളം കുറഞ്ഞു. ഇതോടെ നാട്ടുകാർ ആറ്റിലെ മണൽപ്പരപ്പിൽ കുളങ്ങൾ കുഴിക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ കുറ്റാലം വെള്ളച്ചാട്ടവും നീർത്തു. കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് ചെറിയ നീർച്ചാല് പോലെയാണ് ഇപ്പോൾ വെള്ളമൊഴുകുന്നത്. വേനൽ ചൂടിൽ നിന്ന് ആശ്വാസത്തിന് കുറ്റാലത്ത് കുളിക്കാനെത്തുന്നവർ വളരെ നിരാശരാണ്. തല നനച്ചെങ്കിലും മടങ്ങാൻ സഞ്ചാരികളുടെ ക്യൂവാണ്. സഞ്ചാരികൾ കുറഞ്ഞു തുടങ്ങിയതോടെ താൽക്കാലിക കടകളിൽ പലതും അടഞ്ഞു തുടങ്ങി. വേനലവധി കാലത്ത് കേരളത്തിൽ നിന്നാണ് കുട്ടികൾ ഉൾപ്പെടെ ധാരാളം പേർ കുറ്റാലത്തെത്തുന്നത്. എന്നാൽ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുല്ലസിക്കാൻ എത്തുന്നവർ നീർച്ചാലിൽ കുളിക്കാനാവാതെ മടങ്ങുന്നു. കുറ്റാലത്തെ ഐന്തരുവിയിലും വെള്ളം കുറഞ്ഞു. കുറ്റാലത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ ഓൾഡ് ഫാൾസിൽ മാത്രമാണ് അല്പമെങ്കിലും വെള്ളമുള്ളത്. എന്നാൽ ഇവിടെ കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതുമില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. നമ്പിശ്ശേരിൽ ഡി ശാന്തമ്മ സ്മാരക നഴ്സസ് പുരസ്കാരം ലഫ്റ്റനന്റ് കേണൽ A. ഷീജയ്ക്ക്. കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നമ്പിശ്ശേരിൽ കുടുംബാംഗങ്ങളാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് സ്വദേശിയാണ് ഷീജ. കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നമ്പിശ്ശേരിൽ കുടുംബാംഗങ്ങളാണ് നമ്പിശ്ശേരിൽ ഡി ശാന്തമ്മ സ്മാരക നഴ്സസ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കരുനാഗപ്പള്ളി തുറയിൽക്കുന്നിൽ പുത്തൻപറമ്പിൽ ലഫ്റ്റനന്റ് കേണൽ A. ഷീജയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. നിലവിൽ ആസാമിലെ ജോർഹാട്ടിലെ 5 എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ ലഫ്റ്റനന്റ് കേണൽ റാങ്കിൽ ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ മേറ്ററായി ജോലി നോക്കി വരികയാണ് ഷീജ. കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കുടുംബമാണ് നമ്പിശ്ശേരി കുടുംബം. ആ കുടുംബത്തിൽ അംഗങ്ങളുമായി ചേർന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഡി ശാന്തമ്മ സ്മാരക
നഴ്സസ് അവാർഡ് 2025 ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ദീർഘകാലം ആരോഗ്യ മേഖലയിൽ നേഴ്സായും നഴ്സിംഗ് ട്യൂട്ടറായും പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് ഡി ശാന്തമ്മ അവர்கள். അവരുടെ പാവന സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് കുടുംബാംഗങ്ങൾ നമ്മൾ 2025 ഏപ്രിൽ 23 ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത്. വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചത്. അവാർഡ് ജേതാവിന് 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് നമ്മൾ അവാർഡായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ നാരായണക്കുറുപ്പ് ചെയർമാനായ 5-അംഗ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഈ മാസം 25 വൈകിട്ട് 3:30 കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ഒന്നാമത്തെ റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ ഷീജ എ ആണ്. ഒരു മരുന്നൂർക്കുളങ്ങര സ്വദേശിയാണ്. തമ്പി കോട്ടേജിൽ മരുന്നൂർക്കുളങ്ങര സൗത്തിൽ താമസിക്കുന്നു. ഈ വ്യക്തി 97 സെപ്റ്റംബർ 5 ലഫ്റ്റനന്റ് കേണൽ കമ്മീഷനായിട്ട് ആർമിയിൽ പ്രവേശിച്ചത്. 10ഓളം മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പൂനെ AFMCയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്റർ നഴ്സിംഗിൽ സ്പെഷ്യലൈസേഷൻ നേടിയ വ്യക്തിയാണ്. മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ പല തരത്തിൽ, അതായത് സെമി ഫീൽഡ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നത് 5 ആർമി ഫോഴ്സ് ഹോസ്പിറ്റലിലാണ്. ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ മേറ്ററിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് പുരസ്കാരം വിതരണം ചെയ്യുന്നത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ P. മീന പ്രശസ്തി പത്രം കൈമാറുമെന്ന് ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ, സെക്രട്ടറി ആൽഡ്രിൻ TM, നമ്പിശ്ശേരി കുടുംബാംഗം രാജൻ S എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ 35ാമത് ജില്ലാ സമ്മേളനമാണ് നടന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ 35ാമത് ജില്ലാ സമ്മേളനമാണ് നടത്തിയത്. M. നൌഷാദ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുമൊക്കെ കൊച്ചിലെ സ്റ്റേഷനിലൊക്കെ പോയി നിന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ടൊക്കെ നിൽക്കുമ്പോൾ വരുമ്പോ കേട്ടിട്ടുണ്ട്, സർ 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 സർ, ഇങ്ങനെ മാത്രമേ ഉള്ളൂ മറുപടി. അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല, ഇങ്ങോട്ട് കേട്ടുകൊള്ളണം. ആ സ്ഥിതിക്കും മാറ്റം വന്നിട്ടുണ്ട്. പറയുന്നത് കേൾക്കാനുള്ള അവരുടെ വിശദീകരണം ക്ഷമയോടുകൂടി കേൾക്കാനുള്ള മനസ്സും ഇന്ന് സേനയിൽ വ്യാപകമായിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ അപൂർവമായി അത് ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം അങ്ങനെയുള്ളവർ ഉണ്ടാകും. അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഉള്ള ജോലിയാണ്. അപ്പൊ ഈ സേനയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾ, കുടുംബം അതെല്ലാം സെക്കൻഡറി ആയി മാറുന്ന ഒരു മേഖലയാണ്. കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് L. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന മുഖ്യപ്രഭാഷണം നടത്തി. അഞ്ചാലുമൂട് SHO R. ജയകുമാർ, കൊല്ലം സിറ്റി അഡീഷണൽ SP NGG, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി K. നായർ, കൊല്ലം ക്രൈംബ്രാഞ്ച് DYSP B. വിനോദ, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ A. പ്രദീപ് കുമാർ, DYSP A. അഭിലാഷ്, ACPമാരായ S. ഷെരീഫ്, CS. കരി, ബിനു ശ്രീധരൻ, A. നസീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യുദ്ധ സാഹചര്യത്തിൽ മാറ്റിവെച്ച സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന് 14 തുടക്കമാകും. 9 വർഷ കാലയളവിൽ ജില്ലയിൽ നടപ്പാക്കിയ വികസന ജനക്ഷേമ സേവന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന മേളയ്ക്കാണ് ആശ്രാമ മൈതാനം വേദിയാകുക. വിജ്ഞാന വിനോദപ്രദമായ കാഴ്ചകളും വേറിട്ട രുചികളുടെ ഫുഡ് കോർട്ടുകൾ ഉണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനാണ് ബുധനാഴ്ച കൊല്ലത്ത് തുടക്കമാകുന്നത്. ഇതിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. മന്ത്രിമാരായ KN ബാലഗോപാൽ, J. ചിഞ്ചുറാണി എന്നിവർ ഓൺലൈനായി പങ്കെടുത്ത യോഗത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ തീരുമാനിച്ചത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ N. ദേവിദാസ്, സബ് കളക്ടർ നിശാന്ത് സിഹാര, ADM G. നിർമ്മൽകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഹേമന്ത് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാതല ഉദ്ഘാടനം 14 വൈകിട്ട് 4 മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. മന്ത്രി J. ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും. മന്ത്രി KB ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ കളക്ടർ N. ദേവിദാസ് സ്വാഗതം പറയും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നഗരം ചുറ്റി ബൈക്ക് റാലി നടത്തും. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന വിപണന മേള. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. 55,000 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 79,000 ചതുരശ്ര അടിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
താമ്പരം തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ട്രെയിൻ സ്ഥിരം സർവീസാക്കി മാറ്റണമെന്ന ആവശ്യവുമായി യാത്രക്കാർ. ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാതയിലെ ഈ സർവീസ് ആരംഭിച്ചിട്ട് 15 വർഷം പൂർത്തിയാവുകയാണ്. തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും ഒരുപോലെ പ്രയോജനപ്രദമായ സർവീസാണിത്. പരീക്ഷാ സമയത്തും അവധിക്കാലത്തും എല്ലാ സർവീസുകളും പെട്ടെന്ന് തന്നെ നിറയുന്നതിനാൽ റെയിൽവേക്ക് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചെങ്കോട്ട വഴി മറ്റ് സർവീസുകൾ ലഭ്യമല്ലാത്തത് താമ്പരം തിരുവനന്തപുരം നോർത്ത് സർവീസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽപാതയിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിലവിൽ 18 കോച്ചുകളുമായി സർവീസ് നടത്തുന്ന താമ്പരം തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 22 LHB കോച്ചുകൾ നൽകാൻ സാധിക്കും. ഇത് കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെന്നൈയിൽ എത്തിച്ചേരാനും കഴിയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLA-മാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും അടൂർ പ്രകാശ് MP UDF കൺവീനറായും ചുമതലയേറ്റു. ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. പൊറോട്ട നൽകിയില്ല, കട ഉടമയുടെ തല അടിച്ചു പൊട്ടിച്ച് യുവാക്കൾ. കൊല്ലം കിളിക്കൊല്ലൂരിലാണ് സംഭവം. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമയാണ് ആക്രമിക്കപ്പെട്ടത്. തെന്മല പരപ്പാർ ഡാമിൽ സംഭരണശേഷി കുറഞ്ഞു. എക്കലും മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടിയാണ് സംഭരണശേഷി കുറഞ്ഞത്. മണൽ നീക്കം ചെയ്യണമെന്ന ആവശ്യം. തെന്മല ഡാമിലുള്ളത് 2000 കോടിയുടെ മണൽ നിക്ഷേപം. അതിർത്തി ഗ്രാമങ്ങളിൽ വേനൽ കടുത്തു. കിഴക്കൻ മേഖലയിലെ വെള്ളച്ചാട്ടങ്ങൾ നീർച്ചാലുകളായി. കുറ്റാലത്തും ജലപാതം മെലിഞ്ഞു. സന്ദർശകർ കുറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.